നിയന്ത്രണം വിട്ട് ജയറാം അന്ന് ചവിട്ടി. ഇന്നും ഇന്ദ്രൻസ് വേദന അനുഭവിക്കുന്നു. ജയറാം നായകനായി എത്തിയ സിനിമയായിരുന്നു കാവടിയാട്ടം. അനിയൻ സംവിധാനം ചെയ്ത സിനിമയിൽ ജഗതി ശ്രീകുമാർ, സിദ്ദിഖ്, സുചിത്ര, സിന്ധുജ, കൽപ്പന എന്നിവരായിരുന്നു മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ ജയറാമിന് ശക്തമായ തിരിച്ചുവരവ് നൽകിയതായിരുന്നു. ചിത്രത്തിലെ മിക്ക ഹാസ്യരംഗങ്ങളും ഐക്കോണിക്കായി മാറിയിരുന്നു. സ്ക്രീനിൽ കണ്ട് ചിരിച്ച പല രംഗങ്ങളും ചിത്രീകരിച്ചതിന് പിന്നിൽ മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ട്. സംവിധായകൻ അനിയന് ഒരു രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെ ജയറാമിന്റെ ചവിട്ടുകൊണ്ട ഇന്ദ്രൻസ് ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അനിയൻ പറഞ്ഞിരുന്നു. അമ്പിളിച്ചേട്ടൻ ഇന്ദ്രൻസിന്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന സീനുണ്ട്. ആ സമയം ജയറാം ഓടിവരും. തൂക്കിയിട്ടിരിക്കുന്ന കുലയിൽ നിന്നും ഒരു പഴമെടുത്തു തിന്നും. ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചവിട്ടുന്നതാണ് സീൻ. ഇന്ദ്രൻസ് അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ചവിട്ടുന്നതിന് ഒരു ലെങ്ത് ഉണ്ട്. ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു ലെങ്ത് ഉണ്ട്. അതിനൊരു നൊടിയിൽ മാറിയാൽ പരുക്കു പറ്റും. അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്കും അടികൊണ്ടിട്ടുണ്ട്. റിഹേഴ്സൽ എടുത്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ അയാൾ അല്പം മാറിപ്പോയി. ജയറാമിന്റെ ചവിട്ടുകൊണ്ട് ഇപ്പോഴും ഇന്ദ്രൻസ് വർഷാവർഷം ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ചവിട്ട് തന്നെയാണ് കിട്ടിയത്. ജയറാമിന്റെ കാലിന് ഭയങ്കര നീളമാണ്. ഇന്ദ്രൻസ് പക്ഷേ അക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് പറയുന്നത്. ഈ അടുത്ത് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും ആ വേദനയുണ്ടെന്ന്. ഇതാണ് അനിയൻ പറയുന്നത്. 1993 കാവടിയാട്ടം പുറത്തിറങ്ങുന്നത്. പട്ടാളത്തിൽ നിന്നും മാനസിക രോഗമാണെന്ന് കള്ളം പറഞ്ഞ് ഒളിച്ചോടിയ ഉണ്ണി എന്ന കഥാപാത്രമാണ് ജയറാം അഭിനയിച്ചത്. അയൽക്കാരനായ പോലീസുകാരനായി സിദ്ദിഖും എത്തി. ഉണ്ണിയുടെ കൂട്ടുകാരന്റെ വേഷത്തിലായിരുന്നു ജഗതി എത്തിയത്. ജയറാം, ജഗതി ശ്രീകുമാർ കോംബോയുടെ ഐക്കോണിക് വിജയങ്ങളിലൊന്നായിരുന്നു കാവടിയാട്ടം.